Local legend എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കലാകാരൻ പത്തനംതിട്ടയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്ത് സുമോദ് കോഴഞ്ചേരി എന്ന ഒരു അതുല്യ കലാകാരനെയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സുമോദേട്ടാ നമസ്കാരം. താങ്കൾ എത്ര വർഷമായി കലാരംഗത്തിന് പ്രവർത്തനം തുടങ്ങിയിട്ട്? ഞാൻ കലാരംഗത്ത് വന്നിട്ട് ഏകദേശം ഒരു 10-18 വർഷത്തോളമായി കലാരംഗത്ത് വന്നിട്ട്. കലാരംഗത്ത് ഏത് വർക്കാണ് ചേട്ടൻ ചെയ്തു വരുന്നത്? കലാരംഗത്ത് ഞാൻ ആദ്യം മിമിക്രി എന്ന കലാരൂപത്തിലാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് വന്നത്. പിന്നെ ഒരു 10-12 വർഷം മിമിക്രിയിലായിരുന്നു. പിന്നെ തുടർന്ന് അങ്ങോട്ട് സീരിയൽ മേഖലയിലോട്ട് പോയി. സീരിയൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന സീരിയൽ നമ്മുടെ രഹസ്യം എന്ന് പറഞ്ഞ സീരിയലാണ്. അത് നമ്മുടെ മഹാസമുദ്രം സിനിമ ചെയ്ത് ഡോക്ടർ ജനാർദ്ദൻ സാറിൻ്റെ സീരിയൽ രഹസ്യം. ആ രഹസ്യത്തിലാണ് ഞാൻ ആ കലാഫീൽഡിലേക്ക് ആർട്ട് ഫീൽഡിലേക്ക് വരുന്നത്. പിന്നീട് അവിടുന്ന് കളിയിൽപ്പംകാര്യത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, മഞ്ജു പിള്ള, അങ്ങനെ നെൽസൺ സൂര്യനാട്, ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ്, ജാഫർ ഇടുക്കി, ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാം കൂടെ വെച്ചിട്ട് ആർട്ട് കലാസംവിധാനം ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് സുരാജേട്ടന് സിനിമയിലോട്ട് വന്നിട്ടില്ല, ജസ്റ്റ് കയറി വരുന്നേ ഉള്ളൂ. എന്നിട്ട് ഡബിങ്ങിന് പോയിട്ട് വരുമ്പോഴാലും പറയണം എനിക്ക് ഉറക്കമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആർട്ട് ഫീൽഡ്. പിന്നെ സത്യൻ ശിവൻ സുന്ദരൻ, കോട്ടയം നസീർ, ഷാജോൺ, നമ്മുടെ ദൃശ്യത്തിലെ വില്ലൻ ചെയ്യുന്ന ഷാജോൺ പിന്നെ ഇക്കയല്ല ഷാജോണ്, പിന്നെ സംക്രാന്തി, നസീർ സംക്രാന്തി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. നമ്മൾ ഫസ്റ്റ് നടക്കുന്നത് സംക്രാന്തി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്യാൻ പറ്റി. അന്ന് ഭീമൻ്റെ ചേട്ടന്, എല്ലാ ജനാർദ്ദൻ സാറ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർക്ക് ചെയ്ത് പിന്നെ കുറച്ചാൾ ഇങ്ങനെ സീരിയൽ വർക്കുമായിട്ട് പോയി. ദേവി മഹാത്മൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് വർഷം ഫീൽഡുമായിട്ട് കുറച്ച് വിട്ടു നിന്നു. അത്രയും ഉണ്ട്. പിന്നെ കുറച്ച് സിനിമ ചെയ്യാൻ പറ്റി. അതിനകത്ത് അഭിനയിക്കാൻ ഇതൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളാണ് ചേട്ടൻ ചെയ്തിട്ടുള്ളത്? സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3-4-5 സിനിമ ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കിങ്ങിണിക്കൂട്ടം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് മിറർ എന്നൊരു സിനിമ. എൻ്റെ സുഹൃത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതാണ്. അന്നത്തെ നല്ലൊരു വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തായിരുന്നു. പ്രവീൺ ഷാ എന്ന് പറഞ്ഞ ഒരാൾ, കൊല്ലത്തുള്ള പ്രവീൺ ഷാ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയാണ് അതിൻ്റെ ഡയറക്ഷനൊക്കെ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ മമ്മൂട്ടി മോഹൻലാൽ ചെയ്ത പടങ്ങളൊക്കെ ഫസ്റ്റ് ആദ്യം അഭിനയിച്ച സിനിമ പുറത്ത് വന്നിട്ടില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് നിർവാഹത്തിൽ അത് പുറത്ത് വന്നിട്ടില്ല. പിന്നെ ചെയ്തത് കിങ്ങിണിക്കൂട്ടം. പിന്നെ അവിടെ നിന്നിട്ട് ആർട്ട് വർക്കിലോട്ട് കയറി. ഇഷ് എന്ന് പറഞ്ഞ മുറവൈ പറ്റിശ്ശേരി ചെയ്ത് ഇഷ്. അങ്ങനെ ഓന എന്ന് പറഞ്ഞ തമിഴ് സിനിമ, അതിൻ്റെ ആർട്ടും അസോസിയേറ്റഡ് ഡയറക്ടറും പിന്നെ കുറച്ച് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം 2 പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം അതും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു 3-4 സിനിമ അങ്ങനെ ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇത് അപ്പം നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിന് തീരുമാനിക്കണമല്ലോ എന്തെങ്കിലും, അല്ലേ? നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം തീരുമാനിക്കണം, നീ ഇന്ന വഴി കൂടെ പോകും എന്നല്ലേ. പിന്നെ ഇങ്ങനെ കയറി വരുന്നു. സ്റ്റേജ് കലയെ കുറിച്ചൊന്ന് പറയാമോ? സ്റ്റേജ് കലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ മിമിക്രി കളിക്കുന്ന സമയത്ത് ഓണ പ്രോഗ്രാം വരുമ്പോൾ 10 ദിവസം നമുക്ക് ഓണമായിട്ട്, അപ്പം തൊട്ടെങ്കിൽ 10 ദിവസം നമുക്ക് ഓണമാണ്. ആ ഓണ സമയത്ത് ചിലപ്പം 12-15 പ്രോഗ്രാം ചെയ്ത സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രോഗ്രാമുകൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു നിയമം വന്നു, 10 മണി കഴിഞ്ഞിട്ട് മൈക്ക് വെക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഡബിൾ പ്രോഗ്രാം, ഞാൻ ഇടുക്കിയിൽ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാം പല സമിതി കളിക്കുന്ന. ഫസ്റ്റ് ഞാൻ കളിക്കുന്നത് പറഞ്ഞാൽ നരിയാവഴക്ക് വേണിച്ചേട്ടൻ്റെ സമിതിയിൽ കളിക്കുന്നത്. ആ സമയത്തും തന്നെ 2-3 പ്രോഗ്രാം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പം പ്രോഗ്രാം അങ്ങനെ ഇല്ല. അപ്പം ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ചിലർക്ക് മാത്രം. പിന്നെ ചാനലുകാർ വന്നു കഴിഞ്ഞാൽ അതുപോലെ സെലിബ്രിറ്റീസിന് മാത്രം പറ്റിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതും 2-3 ലക്ഷം രൂപ കൊടുക്കണം. സാധാരണപ്പെട്ട കലാകാരന്മാർക്ക് അവസരങ്ങളില്ലെന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ, എനിക്കും കഴിവില്ല ഉള്ള കാര്യം പറഞ്ഞത്, എന്നാൽ ഞാൻ ഉൾപ്പെടെ സാധാരണപ്പെട്ട കലാകാരന്മാർക്ക് അവസരങ്ങളില്ല. അവർക്ക് സെലിബ്രിറ്റീസിനാണ് അവർ നോക്കുന്നത്. എന്തെങ്കിലും ഒരു സിനിമയിൽ തല കാണിച്ചു, അവർ
ക്ലച്ച് പിടിച്ച് അവരുടെ ഓക്കെ അവർ രക്ഷപ്പെട്ടു. പിന്നെ കാണിക്കുന്ന ഫേസ്ബുക്കിലൊക്കെ അവരെ ഫോട്ടോ എടുക്കും. ഞാൻ പ്ലെയിനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദുബായിൽ നിൽക്കുകയാണ്. പിന്നെ റിയാലിറ്റി ഷോ വന്നു. പിന്നെ കുറച്ച് കലാകാരന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. പക്ഷെ കഴിവുള്ള ഒത്തിരി കലാകാരന്മാർ ഈ നാട്ടിൽ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ കലാകാരന്മാർ. ഇവരാരും ഈ നാട്ടിൽ ക്ലച്ച് പിടിക്കുന്നില്ല. ഒന്നെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവരെ ഉയർത്തിക്കൊണ്ട് പോകാൻ ആളില്ല. അതാണ് വരുന്നത് ഏറ്റവും മെയിൻ. അല്ലെങ്കിൽ അവരെ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ ഏറ്റവും മെയിൻ. അതായത് വീട്ടിൽ സാമ്പത്തികം ഇല്ലെങ്കിൽ, ഇപ്പം ഞാൻ കോമഡി സ്റ്റാർ ചെയ്യുമ്പോഴും മഴ കോമഡി ഫെസ്റ്റിവൽ ചെയ്യുമ്പോൾ 12 ദിവസം ഇവിടെ പോയി താമസിക്കും. കിട്ടുന്ന എത്ര? 2000 രൂപ. അപ്പം ഫാമിലിയുള്ളൊരു, അന്ന് മാരീഡ് കാര്യങ്ങളൊന്നുമല്ല, ഫാമിലിയുള്ളൊരു വ്യക്തിക്ക് ഈ 12 ദിവസം അവിടെ പോയി താമസിക്കുമ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേനും സാമ്പത്തികമായിട്ട് വല്ലതും കൊടുക്കണമല്ലോ. അങ്ങനെ അവർക്കെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് വിളിക്കുമ്പോൾ ഈ 2000 കൊടുക്കണം. 2000 ഇപ്പം എനിക്ക് 2000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ വിളിക്കുവാണെങ്കിൽ ഈ 2000 നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റേജിൻ്റെ പ്രോഗ്രാം അങ്ങനെ കിട്ടുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കലാപീഠി വന്ന് പിന്നെ ഞാൻ ഫിഗർ ചെയ്തായിരുന്നു. പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ഫിഗർ എന്ന് പറഞ്ഞാൽ മുഖം ഫിഗർ പാക്കേജ് ഫിഗർ ചെയ്തിട്ട് കാര്യമില്ല. മുഖം പോയി കഴിഞ്ഞാൽ പിന്നെ 6 ഫിഗർ ചെയ്യാനാണ്. ആക്സിഡൻറ്റ് പറ്റി ഇവിടെ എല്ലാം പോയായിരുന്നു. പിന്നെ ഒന്ന് ഇതായി വരുവാണ്. അങ്ങനെ കുറച്ച് ഫിഗർ വയലാറെ വിളിച്ചതിൻ്റെ അങ്ങനെ അംബേദ്കർ, ലോകദാസ് അങ്ങനെ ഫിഗർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സുരാജേട്ടൻ, മനോജ് ഇന്നസ് ചേട്ടൻ തൊട്ട് സുരാജ് വെഞ്ഞാറമൂട് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ സുരാജേട്ടൻ്റെ കളിയെഴുപ്പുകാരൻ ഞാൻ അന്ന കലാസംവിധാനം ചെയ്തത്. സുരാജേട്ടൻ്റെ കളിയെഴുപ്പുകാരൻ മഞ്ജു ചേച്ചി, അങ്ങനെ കുറച്ച് എല്ലാവരോടും ഒന്ന് കാണാനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിങ്ങിണിക്കുട സിനിമയ്ക്കകത്ത് നമ്മുടെ സിനിമയിൽ ഏറ്റവും വന്ന കോസ്റ്റ്യൂമറായിട്ട് വന്ന ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ നല്ലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തമിഴ് കൂടെ ഓന എന്ന് പറയുന്ന സലം പള്ളാശ്ശേരി സാറിൻ്റെ കൂടെ എനിക്ക് സാറിൻ്റെ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോവാണ്. ആപ്പിലും ചെയ്യേണ്ടി വന്നു. പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്രയുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രോഗ്രാം ലോക്കൽ ഏജൻറ് പ്രോഗ്രാം ഇപ്പം എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാനും എൻ്റെ അഭിമുഖം എടുക്കാൻ പറ്റിയിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള കലാകാരന്മാർ വെളിയിൽ അറിയപ്പെടണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നും താഴെ കിടക്കുന്ന ഒത്തിരി കലാകാരന്മാർ, നല്ല കഴിവുള്ള കലാകാരന്മാർ വെളിയിൽ അറിയപ്പെടണം. നമ്മുടെ ഒരു ചാനലിൽ കൂടെ അത് അറിയപ്പെടുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. സന്തോഷമുണ്ട്. ഒരു അഭിമുഖം നടത്തിയിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. നമസ്കാരം. ഇനി നമുക്ക് അടുത്ത ഒരു സൂപ്പർ ലെജൻഡിനെ പരിചയപ്പെടാം. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടേ ഇരിക്കുക. നമുക്കറിയപ്പെടാത്ത കുറേ കലാകാരന്മാരെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ലോക്കൽ ലെജൻഡ്